Assalamualaikum. Welcome back to my YouTube channel Chippu's Vlog and it's me Chippu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഫോർ എ വെഡിങ് ഫംഗ്ഷൻ. അപ്പം ഞാൻ റെഡി ആവാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ചില്ല വീഡിയോ എടുക്കണം. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ടാണ് ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റാണ്. നമുക്ക് എന്ത് ചെയ്യാം, സ്കിന്ന് പ്രെപ്പ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സുഡിയോന്ന് വാങ്ങിച്ച ഷീറ്റ് മാസ്കാണ്. നിതോളുണ്ട്. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം 15 മിനിറ്റ് മാസ്ക് ഇട്ട് വെക്കണം ആദ്യം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് വെക്കട്ടെ. നാളെ വന്നിട്ട് റിസപ്ഷൻ ലുക്കാണ്, ഞാനത് ചെയ്യാം. എൻ്റെ അമ്മ. അപ്പോൾ ഇത് കേട്ടോ, കോഫി കോഫിക്കട മണം, കോഫിക്കൻ്റെ മണം. ഇത് കോഫി മാസ്ക് ആണ്. ഗ്ലോ ബ്ലെമിഷ്നെസ് കുറച്ച് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് ഗ്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ മേക്കപ്പ് ഇടും, ബട്ട് സ്റ്റിൽ ഒരു ഇന്നർ ഗ്ലോ തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മാസ്ക് ഞാൻ ഇടാൻ വിചാരിച്ചത്. നാളെ വന്നിട്ട് കൊളാജൻ ഷീറ്റിൻ്റെ മാസ്കാണ്. എങ്ങനെ അയ്യോ നല്ല മണം ഉണ്ട് കേട്ടോ, ശരിക്കും കോഫി. ചുണ്ടും വെക്കണ്ട. നമുക്ക് ഇന്ന് പരിപാടി വന്നിട്ട് 2 മണി തൊട്ടിട്ട് 2 മണിക്ക് ഇറങ്ങണം നമ്മൾ. ഇപ്പോൾ സമയം വന്നിട്ട് 1 മണി ആവാനായി. നമുക്ക് 1 മണിക്കൂറാണ് ടൈമുള്ളത്. പൊടി മസാജകൾക്ക് 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അത് എടുക്കുകയാണ്. ആ നേരം കൊണ്ട് ഞാൻ ഇതമ്മക്ക് മേക്കപ്പ് ഇട്ട് കൊടുത്ത്. നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്, ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്കൊന്ന് മേക്കപ്പിലേക്ക് പോവാം. ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ടോണർ അടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും കാരണം അതിൽ ഓൾറെഡി ഞാനിപ്പോൾ ആ മാസ്ക് ഇട്ട സാധനങ്ങൾ നോക്കുന്നുണ്ട്. എന്നാലും സ്കിന്നൊന്ന് സെറ്റ് ആയിക്കോട്ടെ. നല്ല സ്മൂത്തായിട്ടാ ആ മാസ്ക് ഇട്ടുകൊണ്ട്. ഇനി കുറച്ച് ഡ്രൈ ആവണം. നമുക്ക് മെല്ലെ, എത്രത്തോളം നമ്മൾ മെല്ലെ മേക്കപ്പ് ചെയ്യുന്നു അത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യും, അത്രത്തോളം പിടിക്കും നമ്മളെ ഫേസിൽ നമ്മൾ മേക്കപ്പ്. അടുത്ത നമ്മൾ ടോൺ ഇട്ടതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ മോയ്സ്ചറൈസറാണ് തേക്കുന്നത്. മോയ്സ്ചറൈസർ കഴിഞ്ഞു. സെറം ഡോട്ടൻകിയുടെ ഫേസ് സെറാണ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറായിട്ട്. അതേപോലെ അതിനൊന്നും ആവശ്യമില്ല, ഓൾറെഡി മോയ്സ്ചറൈസ് അയക്കുന്ന ഫേസ്. പക്ഷേ ഇത് ഇടുമ്പോൾ കുറച്ചൊരു ഗ്ലോ വരാറുണ്ട്, അതുകൊണ്ടാണ് കണ്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ മാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മിക്കവാറും ആവണച്ചന്താവണാവോ നോക്കാം. അടുത്ത് നമ്മൾ സൺസ്ക്രീനാണ് തേക്കുന്നത്. നിതമോളുണ്ട് ഇവിടെ. നിതമോളൊന്ന് വന്ന ഡ്രസ്സൊന്ന് കാണിച്ചെടുത്തേ. നിതമോള് പകുതി ബേസ് മേക്കപ്പ് ചെയ്തിരിക്കുകയാണ്, ബാക്കി ചെയ്ത് കൊടുക്കണം. ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്, അതുകൊണ്ട് തന്നെ അതിലൊരു ഇതുണ്ട്, എന്താ പറയുക, ആ ടിൻ്റ് ഉണ്ട്. ഞാൻ പിന്നെ ഫൗണ്ടേഷൻ എനിക്ക് പറ്റുന്നില്ല. ഫൗണ്ടേഷൻ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടിയടിച്ച ഫീലാണ്, പിന്നെ ഭയങ്കര കേക്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ എൻ്റെ ഫേസിൽ. മേ ബി നല്ല ഫൗണ്ടേഷൻ അല്ലാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഞാൻ തന്നെ തുടക്കേണ്ടി വരും പോകാൻ നേരത്ത്. അതുകൊണ്ട് ഞാൻ എൻ്റെ CC ക്രീമും കൺസീലറും വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണമെന്നുണ്ട്. ആൻഡ് മുല്ലപ്പൂ ഉണ്ട്. മുല്ലപ്പൂ മേടിച്ചു ഞാൻ രാവിലെ പോയിട്ട്. പിന്നെ പരിപാടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഊരൊക്കെ വരും, സ്വാഭാവികം. ഇതൊന്ന് ബ്ലെൻഡ് ആയിട്ട് കേട്ടോ. സൺസ്ക്രീൻ ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൺസീൽ ചെയ്യണം. ഞാൻ ഇന്നലെ എന്താ പറയുക ഡീടാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇന്നാണ് വരുന്നത് കേട്ടോ. ഇന്നൊരു ഗ്ലോ ഉണ്ട് എനിക്ക്, അതിൻ്റെ ഗ്ലോ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ അത് ചെയ്തതിൻ്റെ മാസ്ക് ഇട്ടതിൻ്റെ ഒരു ഗ്ലോ ഉണ്ട്. നല്ലതാട്ടാ. സുഡിയോന്ന് വാങ്ങിച്ചാണ് 49 രൂപയ്ക്ക്. കൺസീൽ ചെയ്യാം. നമ്മൾ കൺസീൽ ചെയ്യുന്ന ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ പീരികത്തിൻ്റെ അവിടെ കൺസീൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല. കിട്ടിയ കോമ്പാക്റ്റ് അതൊന്നും ഇട്ടോ. നമുക്ക് ഇതിൻ്റെ സാധനം വെച്ചാണ് നമ്മൾ. ഇത് മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ലോമി ക്രീമാണ്. എല്ലാത്തും കൺസീലറും അതുപോലെ തന്നെ
എല്ലാം ഉണ്ട് അതിൽ. പക്ഷേ അത് കഴിഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എവിടെയും അത് ഞാൻ കുറേ സൈറ്റിലൊക്കെ നോക്കി ഈ സംഭവം, പക്ഷെ അതില്ല. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഒരു ഓറഞ്ച് ടൈപ്പ് എടുക്കുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. നമ്മൾ ഇതാണ് CC ക്രീം യൂസ് ചെയ്യും. പ്രൈമർ ഇടാൻ മറന്നു. ശേഷം പ്രൈമർ ഇടാം. യൂസ് ചെയ്യുന്ന മാർസിൻ്റെ പ്രൈമറാണ്. ജസ്റ്റ് നമുക്ക് ചീക്ക് ഏരിയയിൽ ആ പോഴ്സ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്മൂത്ത് ബേസ് തരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൺകുട്ടിയാ പോലെ അതെ. നോക്കട്ടെ ഇവിടെ വന്ന പ്രൈമർ ഇട്ട് കൺസീൽ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് CC ക്രീമാണ്. ഫൗണ്ടേഷൻ ഇടാത്തതുകൊണ്ട് നമ്മൾ ഇത് കുറച്ച് ഇടുന്നുണ്ട്. ബ്ലെൻഡ്. ഓക്കെ, ഞാൻ മിക്കതും കൈ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യാൻ. ഒരു നല്ലൊരു ബ്രഷ് മേടിക്കണം. ഞാൻ പറയാം. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ കേട്ടോ. ഇതാ മോൾക്ക് ഐഷാഡോ കൊടുക്കുന്നത്. ആൻഡ് ബേസ് ആയിട്ട് ഒരു പിങ്കിഷ് ടോണാണ് അവൾ ഇട്ടത്. ഇനി നമുക്കൊരു പേർപ്പിൾ കളർ ഉണ്ട്, നമുക്ക് ഈ ഡ്രസ്സിന് മാച്ച് ഉള്ളത്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ലൈറ്റായിട്ട് മതി, പക്ഷെ ആ പർപ്പിൾ കളറുണ്ട്. അതിൽ കാണുന്നില്ല. അതിനൊക്കെ കുറച്ച് മതി. നീയാണോ? നീ എണീറ്റ് പോ. നമ്മളിടാൻ പോകുന്നത് മാർസിൻ്റെ ലൂമി ക്രീമാണ്. ഇത് മറ്റേ സോപ്പ് ക്രീം ഞാൻ ഇടുന്നില്ല, ഇതാണ് ഇടുന്നത്. എനിക്ക് ശരിയാണെന്ന് കുറച്ച് ഹെവി ആയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു ലുക്ക് ലൈക്ക് എ കേക്ക്. ക്രീമൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടിട്ടുള്ള കേക്കില്ലേ, അതുപോലെ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം, അല്ലെങ്കിൽ എനിക്ക് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഇതാവും. പക്ഷെ അത്ര ആ ഒരു ഇതിലേക്ക് പോകണ്ട എന്നാണ് എനിക്ക്. വാവ്, എൻ്റെ ആക്ച്വലി ഓയിലി സ്കിന്നാണ്. നമ്മൾ വല്ലാണ്ട് ഡ്യൂ വയ്ക്കുന്നില്ല, നമ്മൾ കുറച്ച് കോമ്പാക്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, കോമ്പാക്റ്റ് ഞാൻ എടുക്കുന്നത് ഇവിടെ നൈക്കയുടെ കോമ്പാക്റ്റ് ആണ്. ആൻഡ് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. ബിക്കോസ് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളല്ലെങ്കിൽ ഒരു കറുത്ത പോലെ ഫീൽ ചെയ്യും നമ്മളെ ഷെയ്ഡ്. അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഷെയ്ഡ് മേടിച്ച് നമുക്ക് ഗ്രേ ഫിനിഷ് അല്ലേ നമ്മൾ പറയില്ല, മേക്കപ്പ് ഇട്ടപ്പോൾ കറുത്ത്. അതിനൊക്കെ നമുക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡുള്ള കോമ്പാക്റ്റ് യൂസ് ചെയ്താൽ ആ ഒരു സംഭവം മാറിക്കിട്ടും. ആൻഡ് കണ്ണിനവിടെ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അതൊന്നുകൊണ്ടല്ല, നമുക്കവിടെ ഐ മേക്കപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ടച്ചപ്പ് ചെയ്യുന്നുള്ളൂ. ചുണ്ടുമ്പോൾ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, പോകണില്ല. മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിൽ ഞാൻ 2 ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ മാറി ഇതിലൊരു മാക്സിമം എൻ്റെ ഡ്രസ്സിനെ പറ്റിയ ഷെയ്ഡുള്ളത് ഇതിലാണ്. ആൻഡ് പക്ഷേ ഇത് ചോക്ലേറ്റിൻ്റെ അല്ലേ, അതിൽ വേറെ ഷെയ്ഡുകളുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇത് എടുക്കാമെന്ന് കരുതി. ഇതിലുള്ള ഈ ഒരു ഷെയ്ഡ് ഇസ് പെർഫെക്റ്റ് മാച്ച് ഫോർ മൈ ഔട്ട്ഫിറ്റ്. അതും പിന്നെ ബേസായിട്ട് ഞാനൊരു കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ്. കണ്ണാടി വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് ഐ ക്യാൻ ലുക്ക് ദെയർ. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ് ബേസായിട്ട്. ഓക്കെ, ഇനി നമുക്ക് പിങ്ക് ഷെയ്ഡ് എടുക്കാം.
വെച്ചോണ്ട് അതവിടെ കിടക്കുന്നത് പോണില്ല. ഔട്ടർ കോർണർ ഡാർക്കും ആൻഡ് ഇന്നർ കോർണർ ലൈറ്റ് ഷെയ്ഡാണ് ശരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ഗ്ലിറ്റർ എഫക്റ്റ് എത്താൻ വേണ്ടിയിട്ട് ഏതാണ്, മേ ബി ഇതാണോ മാച്ച് എന്നുള്ളത് നോക്കട്ടെ. എല്ലാവരും ഒരു പിങ്ക് അതുപോലെ ഡാർക്ക് വയലറ്റ് ആ ഒരു ഷെയ്ഡിൽ കിടന്ന ഔട്ട്ഫിറ്റ് ആണ്. താത്ത ലൈറ്റ് അല്ല, താത്ത കുറച്ചുകൂടി ഡാർക്ക് പിങ്കാണ്, ഞാൻ ലൈറ്റ് പിങ്ക്, ഉമ്മ രണ്ട് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ആയിട്ട് ഒക്കെ പിന്നെ കോൺഫിഡൻസ് തന്നാട്ടോ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഷിമ്മറി ഷെയ്ഡ് ഉണ്ട്, പക്ഷെ ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തോ, എനിക്കറിയില്ല, ഞാൻ ചെയ്തുതരാം. ബുദ്ധി വിവരമില്ല. ഇതേറ്റ് ആരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവൾ മറ്റുള്ള ചീർപ്പൊക്കെ എടുത്ത് വാരിയിട്ട് വേദനയിട്ട് വന്നു. എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ അതേ സ്വഭാവമാണ്, എൻ്റെ അതേ ബാക്കിയും. ഈ സ്വഭാവമായിരുന്നു എനിക്ക്. ടൈഗർ ബാമ തെച്ചിട്ട് തൊലിയൊക്കെ പൊളിക്കണം. അല്ലോ, എനിക്കൊന്ന് ബ്ലഷൊക്കെ ഇടണമെന്നുണ്ട്, കാരണം ഒരു പിങ്ക് ഔട്ട്ഫിറ്റ് അല്ലേ, ഒരു പിങ്ക്. ഈ ബ്ലഷ് ഇട്ടിട്ടില്ല, ബ്ലഷ് ഇട്ടോ. ഞാൻ ഓക്കെ, അവ ഇങ്ങനെ ആയിട്ടുണ്ട്, ഇത്ര മതി. ഇനി ഞാൻ ആൾക്കും കൂടി ഇട്ട് കൊടുക്കട്ടെ. കൊണ്ട് വന്നേ, ബ്രഷ് വെച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കാം. നമ്മളത് ഇതുവരെ കോണ്ടൂർ ചെയ്തിട്ടില്ലല്ലേ. നമ്മൾ ഫേസ് കോണ്ടൂർ നല്ലൊരു സംഭവം ഉണ്ട്. നമ്മളത് ഭയങ്കരമായിട്ട് ഫേസ് ചേഞ്ച് ആവും ഇങ്ങനെ. ഇനി ഫേസിലൊക്കെ നമ്മൾ ഐലൈനർ വരയ്ക്കാണ്. ആദ്യമേ ഇങ്ങിടാം, എന്നിട്ട് ബാക്കിയുള്ള ചെയ്യണം. അപ്പം ഞാൻ കൺമഷി ഐലൈനർ ഇട്ട് ഇനി അപ്പർ ലിഡിലും ആൻഡ് ഔട്ടർ കോർണറിലും മാത്രം ബ്ലാക്ക് കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താ ബാക്ക്ഗ്രൗണ്ടാ? നാളെ നമുക്ക് റിസപ്ഷൻ ഉണ്ട്. ഇന്നത്തെ റിസപ്ഷൻ പോലെയാണ്, കാരണം രാത്രിത്തെ വെഡിങ് ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇത്രയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് മസ്കാര ഇടാം. മസ്കാര ഇട്ടാലും കുറച്ചുകൂടി വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പം തന്നെ വയ്യ. നമ്മളെ വെഡിങ് കണ്ടത് തൃപ്രയാറാണ്. ഇത്ര നേരം വണ്ടിയിലിരിക്കണം. ഞാൻ മാറ്റി കഴിച്ച് ഞാൻ അടിയിലും കൂടി എഴുതാൻ വിചാരിച്ച് കാണണം. കാരണം എന്നാൽ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആണ്. നമ്മൾ എത്ര നാളെ റിസപ്ഷൻ നമുക്ക് കണ്ണു തന്നിരിക്കാം. നമ്മൾ ഇന്നറിലൊന്ന് എഴുതുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് ഗുഡ് ഫോർ ദിസ് ഔട്ട്ഫിറ്റ്. ഉള്ളിലും കൂടിയും എഴുതാന്നുള്ളത്. Yeah, this is nice. ആക്ച്വലി ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടായിട്ട് കാണുന്നത്, പക്ഷെ ഡയറക്റ്റ് ഈസ് ലൈക്ക് എൻ്റെ ഫേസിൽ കുരുണ്ട്, ആക്നി ഉണ്ട്, അത്ര ക്ലിയർ ആയിട്ടൊന്നല്ല ഉള്ള സ്കിന്നൊക്കെ. നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബ്ലഷ് ഇടണം. ഓക്കെ, ഇന്ന് ഞാനാ കറുത്ത് തോന്നുന്നു. ബ്ലഷ് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ നല്ല പിങ്ക് ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരു തോന്നില്ല ബ്ലഷ് ഇട്ട, അതുകൊണ്ടാണ്. അതും ലിക്വിഡ് ബ്ലഷാണ്, ചീക്ക് പിങ്കാണ്. ലൈറ്റ് ഇടല്ലേടി. ജസ്റ്റ് ഒരു ഇത് വന്നിട്ടുള്ളൂ. ഹൈലൈറ്ററും കൂടി ഇട്ട സെറ്റാണ്. ഇനി നമുക്ക് ചെയ്യാമല്ലോ. ഹൈലൈറ്റർ ഇട്ട വേറെ ഒന്നുമില്ലല്ലോ. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നെങ്കിൽ ഈ ചുമക്കല്ലെങ്കിൽ പോയി പോകും. ഏത് എന്താ അറിയുന്ന ഇവിടെ ഫേസ് റേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടൊരു ശരിക്കും ആ ലിക്വിഡ് ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. താത്താൻ്റെ കയ്യിലുണ്ട്. താത്ത അവിടെ നിന്നാണ് മാറ്റി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ്.
ലിപ്സ്റ്റിക്ക് ഏതെന്നുള്ളൊരു കൺഫ്യൂഷൻ നല്ല ഉണ്ട്. ഇടുന്നു ഓക്കെ മതി എല്ലാം കഴിഞ്ഞ് ഇനി ലിപ്സ്റ്റിക്ക് മാത്രമാണ്. പക്ഷേ ഏതാണ് ലിപ്സ്റ്റിക്ക് ഉണ്ടെന്ന് മനസ്സിലാവണില്ല. ഞാൻ വിചാരിച്ചൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട്, അത് ഇടാന്നാണ് വിചാരിച്ചത്. നോക്കട്ടെ ഇടുന്നു. ഇതിട്ട് കഴിഞ്ഞാൽ എന്താവുന്നു? വേണ്ട, നമുക്ക് മാറ്റാം. തുടക്കട്ടെ കേട്ടോ, കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്യും. ഭയങ്കര കൺഫ്യൂഷനായി കഴിച്ച് ഏതപ്പെട്ട് റെനിയുടെ ഉണ്ട്, പക്ഷെ ഇതിലേക്ക് രസമുണ്ടാവും. ഒരു പിങ്കിഷിൽ ഇട്ടോക്കാം. ഇത് തോന്നുന്നു നമ്മളിതെല്ലാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് കളയാൽ എന്നിട്ട് നമുക്ക് മിസ്റ്റ് ഇടാം. നമുക്ക് ഡ്രിപ്പ് ഇടാം. ഡ്രിപ്പ് മിസ്റ്റാണ്, അതിലൊരു ടോപ്പ് ഷെയ്ഡ് ഉണ്ട്, അതിനൊരു ഗ്ലോ എഫക്റ്റ് ഉണ്ടാവും. നോക്കട്ടെ, അതിട്ടൊരു ലിഫ്റ്റ് ഒരു ഫില്ല് ചെയ്തൊരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഇതമോള് ഇങ്ങോട്ട് തല്ലി. അപ്പോൾ സോറി, ഇതമോളെ ഫേസ് നല്ല ഗ്ലോ ആവുന്നുണ്ട്. സെറ്റ്. ഇനി നമുക്ക് ഓർണമെന്റ്സ് ഇടണം, ഹെയർ സെറ്റ് ചെയ്യണം. ഓർണമെന്റ്സ് ഇട്ടിട്ട് ഹെയർ സെറ്റ് ചെയ്യുന്നത് മാലൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കഴിച്ചിരിക്കറിയില്ല. ഓക്കെ, നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ മാലൊക്കെ ഒന്ന് പുറത്തേക്കെടുത്ത് വെക്കാം. ഇയറിങ്സ് ഉണ്ട്, ഇതാണ് ഞാൻ ഇടുന്നത്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഗുഡ്. ലെറ്റ്സ് സീ. ഹെയർ സെറ്റ് ചെയ്യാം. സാധനം കൂടി മറന്നുപോയി, സെറ്റിംഗ് സ്പ്രേ. ദിസ് ഈസ് ടു ഇമ്പോർട്ടൻറ്റ്. അമ്മേ, ഓക്കെ, ഇനി നമ്മൾക്കും അടിച്ചോട്ടോ. കണ്ടുപിടി കേട്ടോ, സാനിറ്റൈസർ അല്ലേ. കഴിഞ്ഞ് മുല്ലപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ചൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല അതൊക്കെ അവിടെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ഔട്ടർ ലുക്ക്. ഇതമോളെ വന്നേ, ഇതമോളെ കാണിച്ചിട്ട്. ഓക്കെ, കല്യാണത്തിന് പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ.